നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്നെ സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കാതിരിക്കാൻ കഴിയുമോ? ചോദിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. വി.ഡി. സതീശനോടാണ് ആവശ്യം. താൻ സ്വർണം കട്ടെന്ന് ആരോപിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് ചോദിക്കണമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വി.ഡി. സതീശനെതിരായ മാനനഷ്ട കേസ് കോടതി പരിഗണിച്ചപ്പോഴാണ് കടകംപള്ളി ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ ജീവനക്കാരെയോ രാഷ്ട്രീയ നേതാക്കളെയോ വിമർശിക്കുന്നതിന് താൻ എതിരല്ല. തന്നെ സ്വർണം കട്ടവൻ എന്ന് വിളിക്കരുതെന്നായിരുന്നു കടകംപള്ളി അപേക്ഷിച്ചത്. ഇത്തരം ആരോപണം കേട്ട ശേഷം സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്നും കടകംപള്ളി പറഞ്ഞു. കടകംപള്ളിയുടെ ആവശ്യം പരിഗണിക്കാമോ എന്ന് കോടതി ചോദിച്ചു. അതിന് വി.ഡി. സതീശന്റെ വക്കീൽ നൽകിയ മറുപടി വി.ഡി. സതീശനോട് ചോദിച്ച ശേഷമേ ഈ കാര്യത്തിൽ ഒരു ഉത്തരം പറയാൻ കഴിയൂ എന്നാണ്. അതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇവ മാനനഷ്ടത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നുമായിരുന്നു വി.ഡി. സതീശന്റെ അഭിഭാഷകൻ മൃദുൽ ജോൺ മാത്യു കോടതിയെ ധരിപ്പിച്ചത്. 3ാം സബ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ വി.ഡി. സതീശൻ നടത്തിയ ആരോപണം തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്നും ആരോപണം പിൻവലിക്കുകയും തുടർ ആരോപണം ഉന്നയിക്കാതിരിക്കണമെന്നുമായിരുന്നു കടകംപള്ളി മുന്നോട്ട് വെച്ച ആവശ്യം. ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ 10 ലക്ഷം രൂപ സതീശൻ നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തേടി കടകംപള്ളി സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ തിരുവനന്തപുരം സബ് കോടതിയുടെ പരിഗണനയിലാണ് ഇതുള്ളത്. മാനനഷ്ട കേസിനെതിരെ സതീശൻ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. എന്തായാലും വി.ഡി. സതീശന്റെ അഭിപ്രായം അറിയാനായി കോടതി ഈ കേസ് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഇതര സംസ്ഥാനക്കാരനായ കോടീശ്വരന് വിറ്റുവെന്നും ആർക്കാണ് വിറ്റതെന്ന് അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളിക്ക് അറിയാമെന്നും വി.ഡി. സതീശൻ ആരോപിച്ചിരുന്നു. മാനഹാനി വരുത്തുന്ന പ്രസ്താവന നടത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാപ്പ് പറയണമെന്നും സമാന പ്രസ്താവന നടത്തില്ലെന്ന് ഉറപ്പ് നൽകണമെന്നതടക്കമുള്ള കടകംപള്ളിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമോ, വി.ഡി. സതീശൻ അതിനെ അനുവദിക്കുമോ സമ്മതിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തന്നെ സ്വർണം കള്ളനെന്ന് അല്ലെങ്കിൽ താൻ സ്വർണം മോഷ്ടിച്ചെന്ന് പറയരുത്, തനിക്കത് കേട്ട ശേഷം ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നതടക്കമുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കവർച്ചയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ. പത്മകുമാറിന്റെ മൊഴിയിലും കടകംപള്ളിക്കെതിരായ പരാമർശമുണ്ടായിരുന്നു. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാർ അപേക്ഷ നൽകിയിരുന്നുവെന്നും ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് ദേവസ്വം ബോർഡിന് കൈമാറിയതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ നീക്കം നടത്തിയതെന്നും പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ അറിയാതെ ദേവസ്വം ബോർഡിലേക്ക് അപേക്ഷ എത്തില്ല എന്നും ആ അപേക്ഷയുമേലാണ് തുടർ നടപടി സ്വീകരിച്ചതെന്നും പത്മകുമാർ മൊഴിയിൽ വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്കും പങ്കുണ്ടെന്ന് പറഞ്ഞത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് വി.ഡി. സതീശന്റെ നിലപാട്. ഹൈക്കോടതി നടത്തിയ പരാമർശത്തിൽ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ സ്വാർത്ഥ താല്പര്യത്തിനായി ആരെങ്കിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടാകാനിടയുള്ള വിദൂര സാധ്യത ചൂണ്ടിക്കാണിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകുമല്ലോ ഹൈക്കോടതി ഇത്തരം പരാമർശം നടത്തിയത്. 2016 മുതൽ 2021 വരെയാണ് കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്നത്. ഈ കാലയളവിലാണ് തിരിമറി നടന്നിട്ടുള്ളത്. ഇതിൽ ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കുമുള്ള സമാന ഉത്തരവാദിത്തം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിക്കുമുണ്ടെന്നാണ് വി.ഡി. സതീശന്റെ വാദം. മാത്രമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കേസിൽ അറസ്റ്റിലായ പ്രതിയുമായ പത്മകുമാർ പറഞ്ഞത് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ പരിഗണിച്ചതെന്നാണ്. കടകംപള്ളിക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തന്റെ പ്രസ്താവന എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. അല്ലാതെ കടകംപള്ളിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ ആയ ഒരു പ്രസ്താവനയും താൻ നടത്തിയിട്ടില്ലെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതായും വി.ഡി. സതീശൻ വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചൊരു ആരോപണമുണ്ട്. ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ള സംഘത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നും സ്വർണ്ണപ്പാളി വിദേശത്തേക്ക് കടത്തി എന്നതടക്കമുള്ള വിവരം കൈമാറിയ ദുബായിലെ വ്യവസായിയുടെ മൊഴിയെടുപ്പ് നടന്നു. ഫോണിലൂടെയായിരുന്നു SIT അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം SIT വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇക്കാര്യം ദുബായിലെ വ്യവസായി തന്നോട് പറഞ്ഞെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കത്ത് നൽകുകയും പിന്നീട് രമേശ് ചെന്നിത്തല SITക്ക് മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതീവ രഹസ്യമായിരുന്നു വ്യവസായി എത്തിയത് മൊഴി നൽകിയത്. ഫോണിലൂടെയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ഒരു വ്യക്തത വരുത്തിയ ശേഷം കൂടുതൽ മൊഴിയെടുക്കുന്നതിലേക്ക് കടക്കും. എന്തായാലും ഈ ഒരു വ്യവസായിയുടെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് SIT.
നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മൊഴി നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്ക് കിട്ടിയ വിവരങ്ങൾ SITയോട് പറഞ്ഞുവെന്നും ചെന്നിത്തല വ്യക്തമാക്കി. മോഷണത്തിന് രാജ്യാന്തര പുരാവസ്തു കടത്തൽ സംഘവുമായി എങ്ങനെ ബന്ധമുണ്ട് എന്ന കാര്യത്തിലാണ് രമേശ് ചെന്നിത്തല മൊഴി നൽകിയത്. തനിക്ക് കിട്ടിയ വിവരങ്ങൾ ഒരു കത്ത് മുഖേന SIT മേധാവിക്ക് കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുത്തത്. കിട്ടിയ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് കിട്ടിയ വിവരങ്ങളാണ് കൈമാറിയത്, അല്ലാതെ തെളിവുകളല്ല. ഇനി അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വസ്തുതകൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം അന്വേഷണ സംഘത്തിനാണ് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കിട്ടിയ വിവരങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കേണ്ടത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ കടമയാണ്. അതാണ് താൻ നിർവഹിച്ചതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ് താൻ ചെയ്തത്. തനിക്ക് വിവരങ്ങൾ നൽകിയ വ്യവസായിയെ വിളിച്ചു വരുത്തണോ എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കണമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇഞ്ചക്കലിലെ ഓഫീസിലെത്തിയാണ് അദ്ദേഹം മൊഴി നൽകിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കിട്ടിയ വിവരങ്ങൾ SITക്ക് കൈമാറിയെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT ആ വ്യക്തിയിൽ നിന്ന്, ആ വ്യവസായിയിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞത്. എന്തായാലും കൂടുതൽ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. വ്യവസായിയുടെ പേര്, ആരാണ് ആ വ്യവസായി, എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അഡ്രസ് അടക്കമുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ തനിക്ക് കഴിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. വിവരങ്ങൾ സത്യമാണോ അല്ലയോ എന്ന കാര്യം അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ. സത്യമാണെന്ന വിശ്വാസമാണ് തനിക്കുള്ളത്. വിവരങ്ങളാണ് കൈമാറിയത്. എന്തായാലും തെളിവുകളൊന്നുമില്ല, വിവരങ്ങൾ കൈമാറി അത്രയേ ഉള്ളൂ എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ ശേഷം മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. സ്വർണം എവിടെ എന്ന ചോദ്യം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. സ്വർണം ഇതുവരെ SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ ആരോപണത്തിന് പ്രസക്തിയുണ്ട് എന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ പുരാവസ്തു എന്ന പേരിൽ വിറ്റുവെന്നും 500 കോടിയുടെ മൂല്യം അതിനുണ്ടെന്നും നേരത്തെ രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. ഇതേക്കുറിച്ച് അറിവുള്ളയാളാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം മൊഴി നൽകാൻ എത്തിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര ആന്റിക് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. അത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായിരുന്നു. പക്ഷേ അത് എത്രത്തോളം ശരിയുണ്ട് എന്നതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ അതിലൊരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ നിലവിലുള്ള SIT അന്വേഷണം തൃപ്തികരമല്ലെന്നും അതുകൊണ്ട് തന്നെ കേസ് അന്വേഷിക്കാൻ കോടതി മേൽനോട്ടത്തിലുള്ള CBI ചുമതലപ്പെടുത്തണമെന്ന ആവശ്യവും രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ശബരിമലയെയും വിശ്വാസികളെയും ബാധിക്കുന്ന അതീവ ഗൗരവമായ ഒരു വിഷയമാണ് സ്വർണ്ണക്കൊള്ള. ഈ കേസിൽ സംസ്ഥാന പോലീസ് നടത്തുന്ന SIT അന്വേഷണം നിലവിലെ സാഹചര്യത്തിൽ കാര്യക്ഷമമല്ല എന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. സ്വർണത്തിന്റെ ഉറവിടം, ഇത് പുറത്തേക്ക് കടത്തിയത് എങ്ങനെ, ആർക്കാണ് വിറ്റത് എന്നീ കാര്യങ്ങളിൽ വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേസിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അന്വേഷണം തടസ്സപ്പെടുത്തുന്നതും CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാത്തതും. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ആന്റിക് മാഫിയയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്നത് വളരെ ഗൗരവകരമായ കാര്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.